തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. നമ്മൾ ഈ ഷോ തുടങ്ങുന്നതിന് മുൻപ് തന്നെ മനസ്സിനെ ഞാനൊന്ന് പരുവപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയാണ് ഒരു 2 വരി അമ്മയെക്കുറിച്ച് ഞാൻ പാടിയത്. ഞാൻ നടരാജ് ഷോ നീതി തേടി ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വിഷയം ജനാധിപത്യ ഭരണവും പോലീസും ജുഡീഷ്യറിയും. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലുള്ള ഭരണ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരിൽ ജനത്തിന് എത്രമാത്രം വിശ്വാസമുണ്ട് എന്നത് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ട സമയമാണ്. ഈ കൂട്ടർ പൊതുവെ വാക്ക് പാലിക്കാത്തവരും അവസരവാദികളും വിശ്വസിക്കാൻ കൊള്ളാത്തവരുമാണെന്ന് പലപ്പോഴും നമ്മൾക്ക് തോന്നാറുണ്ട്. കാരണം അവരുടെ പ്രവൃത്തിയും അവരുടെ സംസാരങ്ങളും അവരുടെ പെരുമാറ്റങ്ങളും നമ്മൾ കാലാകാലങ്ങളായി ഈ മാറി മാറി വരുന്ന ഈ സർക്കാരിൻ്റെ സ്വഭാവങ്ങളും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഇവർ വാക്ക് പാലിക്കാത്തവരാണ്, ഇവർ കാലുമാറ്റക്കാരാണ്, ഇവർ കൂറുമാറ്റക്കാരാണ്, ഇവർ ചതിയന്മാരാണ്, വഞ്ചകരാണ്, നീചന്മാരാണെന്നൊക്കെ ജനങ്ങൾ അവരുടെ വികാരമനുസരിച്ച് അവർ സംസാരിക്കാറുണ്ട്. എന്നാൽ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനകീയ സർക്കാർ എപ്പോഴും സത്യസന്ധമായ ഭരണം നടത്തിയാൽ എല്ലാ തലങ്ങളിലും പ്രവർത്തനങ്ങൾ സത്യസന്ധമായി തന്നെ നടക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ സർക്കാർ സത്യസന്ധമായ രീതിയിലുള്ള ഒരു ഭരണം നടത്തിയാൽ തീർച്ചയായിട്ടും സർക്കാർ ശമ്പളം കൊടുക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥന്മാരും അവരുടെ സർവീസ്, അവരുടെ പ്രവർത്തനങ്ങളും സത്യസന്ധമായിരിക്കും. കൈക്കൂലി മേടിക്കില്ല, അവർക്ക് ഭയമുണ്ടാവും. അതുപോലെ തന്നെ ജനങ്ങളെ മനഃപൂർവ്വം നടത്തി വിഷമിപ്പിക്കത്തില്ല. അതുപോലെ തന്നെ സമൂഹത്തിന് മോശമായ പേരുണ്ടാക്കുന്ന വിധത്തിലുള്ള യാതൊരു പരിപാടികളും പ്രവർത്തനങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഇങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിലേക്ക് പോയിട്ടുള്ള നമ്മളുടെ ഈ സർക്കാർ, മന്ത്രിമാർ, MP-മാർ, MLA-മാർ അവർ സംശുദ്ധരായിരിക്കണം, നല്ല ഭരണാധികാരികളായിരിക്കണം, അഴിമതിയില്ലാത്തവരായിരിക്കണം, സത്യസന്ധരായിരിക്കണം. എങ്കിൽ മാത്രമേ സർക്കാർ ജീവനക്കാരും നല്ല രീതിയിൽ സത്യസന്ധമായി പ്രവർത്തിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ സത്യം. അല്ലാതെ ഈ പണത്തിനും പദവിക്കും അധികാരത്തിനും വേണ്ടി നടത്തുന്ന അഴിമതി ഭരണമായാൽ നമ്മളുടെ പോലീസിലും ജുഡീഷ്യറിയിലും എന്ന് വേണ്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ചില ദുഷിച്ചു നാറുന്ന കീടങ്ങൾ പ്രശ്നക്കാരായി മാറും. എന്താണെന്ന് വെച്ചാൽ, ഗവൺമെൻറ് യാതൊരു വിധത്തിലുമുള്ള മോശമായ ഭരണങ്ങൾ നടത്താതിരുന്നാൽ, അവർ സത്യസന്ധമായിട്ട് ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മളുടെ ജുഡീഷ്യറിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ വരെ ഒരു ഭയമുണ്ടായിരിക്കും. ഈ ജുഡീഷ്യൽ ഓഫീസേഴ്സിലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ,
ആ ജുഡീഷ്യൽ ഓഫീസേഴ്സിലും ചില കള്ളനാണയങ്ങളുണ്ട്. ഇത് വളരെ ഗുരുതരമാണ്. അപ്പോൾ അങ്ങനെയുള്ള കള്ളനാണയങ്ങൾ ജുഡീഷ്യറിയിലും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ശക്തരായ, കരുത്തരായ, നീതിമാന്മാരായ നല്ല ഭരണാധികാരികൾ ആയിരിക്കണം. അതാണ് സർക്കാർ. അല്ലെങ്കിൽ ഇതിലെല്ലാം കീടങ്ങളുണ്ടാവും. അവർ നമ്മുടെ സമൂഹത്തിൽ നീതിന്യായ സംവിധാനത്തിനെ ആകെ ഈ ഇത്തിക്കണ്ണി പിടിക്കുന്നത് പോലെ അത് ജനങ്ങളിലും നമ്മുടെ രാജ്യത്തും നമ്മുടെ സമൂഹത്തിലും ഒക്കെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഇതിനാൽ എന്നും പവിത്രമായിരിക്കേണ്ട നീതിന്യായ സംവിധാനത്തിന് മൂല്യച്യുതി വരാതിരിക്കേണ്ടതും ഈ ഭരണാധികാരികൾ നല്ല ഭരണം കാഴ്ചവെച്ചാൽ മൂല്യച്യുതി ബാധിക്കില്ല. അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലായാലും അങ്ങനെയുള്ള മോശമായ യാതൊരു സാഹചര്യങ്ങളും ഉണ്ടാവില്ല. ഇത് നമ്മളുടെ സമൂഹത്തിലെ സാധാരണക്കാരായവർക്കും പാവപ്പെട്ട ജനങ്ങൾക്കും നീതി ലഭിക്കാതെ അവഗണിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും നല്ല ഭരണാധികാരികളാണെങ്കിൽ അത് ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഈ ഷോയിലൂടെ എനിക്ക് പറയുവാനുള്ളത്. ജനസേവകരെന്ന് പറയുന്ന MP, MLA, മന്ത്രി, മുഖ്യമന്ത്രി മുതലായ ഈ ജനസേവകർക്കുള്ള ശമ്പളത്തെ സംബന്ധിച്ചും മറ്റ് ആനുകൂല്യങ്ങളെ സംബന്ധിച്ചും ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്ത് ശമ്പളമാണ് ഒരു MLA, ഒരു മന്ത്രി, ഒരു MP, ഒരു മുഖ്യമന്ത്രി, അതുപോലെയുള്ള സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ ഇവരൊക്കെ പറ്റുന്നതെന്നുള്ളത് ജനങ്ങൾ അറിഞ്ഞിരിക്കണം. ജനങ്ങൾ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ് കൊടുത്തിരിക്കണമെന്ന് വെച്ചാൽ ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ജനപ്രതിനിധികളെ, ഈ ഭരണാധികാരികളെ അധികാരത്തിൽ ഇരുത്തിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ജനം വളരെ വലിയ കാര്യങ്ങളാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇവർ പറയും, അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള ആ പ്രതീക്ഷയിൽ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന് 5 വർഷം തികയാറാകുമ്പോൾ ആ 5 വർഷത്തിന് ഒരു 4-5 മാസമുള്ള സമയത്തായിരിക്കും ഈ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ എന്തെങ്കിലും ഒരു അല്പം നടത്തി ആ ഇലക്ഷൻ വരുന്ന സമയത്ത് വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കുന്നത്. പക്ഷെ പണ്ടത്തെ പോലെയല്ല. ഇപ്പം ജനങ്ങളൊക്കെ വളരെ ബുദ്ധിമാന്മാരാണ്. പ്രായം ചെന്നവരും പ്രായം കുറഞ്ഞവരും എല്ലാവരും ഇന്ന് ഈ തട്ടിപ്പും വെട്ടിപ്പും പറ്റിക്കലും ഒക്കെ ചെയ്യുന്ന ആ നേതാക്കന്മാരെ കുറിച്ച് അനുദിനം ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാക്കിയില്ലെങ്കിൽ ജനങ്ങൾ മറിച്ചും വോട്ട് ചെയ്യും. അത് ജനത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ നല്ല രീതിയിൽ അത് പാലിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ജനങ്ങൾ അവർ വീണ്ടും അധികാരത്തിലെടുക്കും. ഇല്ലെങ്കിൽ ആ ജനങ്ങൾ തന്നെ വലിച്ചു താഴെയിലിടും. അതാണ് ഇപ്പോൾ എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ നമ്മളുടെ ഈ കുടുംബങ്ങളുണ്ടല്ലോ, കുടുംബങ്ങളെന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ വോട്ട് കൊടുത്തവരുടെ കുടുംബങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളും അതിൻ്റെ നൊമ്പരങ്ങളും ജീവിച്ചു പോകുവാനുള്ള വ്യഗ്രതയും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇവരെ അറിയുന്നില്ല. ഇവർ പറയുന്നത് എല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, അതിനൊക്കെ ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെയാണ് ഇവരുടെ ഈ ഗീർവാണങ്ങൾ. പക്ഷേ അതുപോലെ ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ ഒരു മന്ത്രിയെ ഒരു കാര്യം പറയുവാൻ വേണ്ടി ഒന്ന് ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ എത്ര മന്ത്രിമാർ ഫോൺ എടുക്കും? എത്ര MLA മാർ ഫോൺ എടുക്കും?
എത്ര മുഖ്യമന്ത്രിമാർ ഫോൺ എടുക്കും? കാരണം എന്താണെന്നറിയാമോ? അവരുടെ ഫോണിൽ അവരുടേതായ MP-മാരുടെയും മന്ത്രിമാരുടെയും അതുപോലെ തന്നെ MLA-മാരുടെയും പാർട്ടിയുടെ പ്രധാനപ്പെട്ട ജില്ലാ സംസ്ഥാന ഘടകത്തിൽപ്പെട്ടവരുടെയൊക്കെ പേരുകൾ അവരടിച്ച് ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർ വിളിക്കുമ്പോൾ അവർക്കറിയാം, അവരെടുക്കും, സംസാരിക്കും. പക്ഷേ ഒരു വോട്ട് കൊടുത്ത ഒരു സാധാരണക്കാരൻ, ഒരു പാവപ്പെട്ടവൻ, അവൻ്റെ മന്ത്രിയെ, അവൻ്റെ MLA, അവൻ്റെ MP-യെ ഒരു കാര്യം പറയുവാൻ വേണ്ടി വിളിച്ചാൽ എത്ര പേര് ഫോൺ എടുക്കും? എത്ര പേര് അവർക്ക് പറയുവാനുള്ളത് കേൾക്കുന്നുണ്ട്? അതിന് എത്ര പേര് താല്പര്യം കാണിക്കുന്നുണ്ട്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഈ ജീവിക്കുന്ന മനുഷ്യരെല്ലാവരും മണ്ടന്മാരാണെന്ന് ഈ ജനപ്രതിനിധികൾ കണക്കാക്കരുത്. കുറച്ചൊക്കെ അരിയാഹാരം കഴിക്കുന്ന ആളുകളും ഈ ഭൂമിയിലുണ്ടെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ ബന്ധുമിത്രാദികളൊക്കെ നിങ്ങളിലൂടെ ഒരുപാട് സുഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ, നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടവരെ നിങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫായിട്ടും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തിരികെ കയറ്റി നിങ്ങൾ സഹായിക്കും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആ മണ്ഡലത്തിൽ, നിങ്ങൾ ജയിപ്പിച്ച മണ്ഡലത്തിൽ നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, വിദ്യാഭ്യാസമുള്ളവരുണ്ട്, വിവരമുള്ളവരുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും വിധേയപ്പെടാതെ നല്ല രീതിയിൽ ജീവിക്കുന്ന സഹോദരി സഹോദരന്മാരും നിങ്ങളുടെ മണ്ഡലത്തിലുണ്ട്. അങ്ങനെയുള്ള ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഒരു സഹോദരനെയോ ഒരു സഹോദരിയെയോ നിങ്ങളുടെ ഒരു പേഴ്സണൽ സ്റ്റാഫായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തലത്തിൽ അവർക്കൊരു ജോലി കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾ കാണിക്കുന്ന, ആ മണ്ഡലത്തിനോട് കാണിക്കുന്ന, മണ്ഡലത്തിലുള്ള ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ മാതൃക. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധത്തിൽപ്പെട്ടവർക്കോ നിങ്ങളുടെ ഭാര്യയുടെ ബന്ധത്തിൽപ്പെട്ടവർക്കോ നിങ്ങൾ അങ്ങനെ തിരികെ കയറ്റി ജോലി കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രസംഗവും പ്രവൃത്തിയും ഈ വെള്ളത്തിൽ വരച്ച ജലരേഖ പോലെ ആയിരിക്കും. അത് വിശുദ്ധ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഈ മുഴങ്ങുന്ന ചെമ്പും ചിലമ്പുന്ന കൈത്താളമോ അത്രേ. നിന്റെ പ്രവൃത്തി നല്ലതല്ലെങ്കിൽ, നീ പറയുന്ന വാക്കുകൾ നല്ലതല്ലെങ്കിൽ, നിന്റെ പ്രസംഗം അത് നല്ലതല്ലെങ്കിൽ, ഈ മുഴങ്ങുന്ന ചെമ്പും ചിലമ്പുന്ന കൈത്താളമോ അത്രേ. അത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലിപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എന്നിൽ സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങൾ ഈ പ്രസംഗിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ അത് സമൂഹത്തിനോടും ജനങ്ങളോടും അതിൻ്റെതായ ആത്മാർത്ഥത കാണിച്ചില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെയായിരിക്കും നിങ്ങളുടെ രീതികൾ. ഈ നിങ്ങളുടെ ഈ മോശമായ ഭരണമാണെങ്കിൽ, ഈ മോശമായ ഭരണം കൊണ്ട് ഏതെല്ലാം തലങ്ങളിൽ അതിൻ്റെ ദോഷം ഉണ്ടാകുമെന്നറിയാമോ? വളരെയേറെ ദോഷങ്ങളും പ്രയാസങ്ങളും പല തലങ്ങളിലും ഉണ്ടാവും. നിങ്ങൾ നല്ലൊരു ഭരണാധികാരിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ആ കാലം കഴിയണത് വരെ, മനുഷ്യജീവിതം കഴിയണത് വരെ നിങ്ങളൊരു നല്ല ഭരണാധികാരിയായിരുന്നു എന്നുള്ള ആ പ്രശംസ, ആ ബഹുമാനം, ആദരവ് അത് നിങ്ങൾക്ക് എന്നും കിട്ടും. അതിനെ പണം കൊണ്ടൊന്നും വിലമതിക്കാൻ സാധിക്കില്ല. അതിന് നമ്മളുടെ മുൻപിൽ ഒരു ഉദാഹരണം, നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ. അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ പോയി ഇപ്പോഴും ജനങ്ങൾ പ്രാർത്ഥിക്കുന്നു, തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? പല കുറവുകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു ഭരണാധികാരി എന്നുള്ള നില ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അദ്ദേഹം ജനകീയനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അതുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ പോയി
മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത്. അത് നിങ്ങൾ കാണണം. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് നല്ലൊരു ഭരണാധികാരി. അതുപോലെ നിങ്ങളെയും ജനങ്ങൾ എക്കാലവും സ്മരിക്കണമെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയും നന്നായിരിക്കണം. ഈ നിങ്ങളുടെ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഈ ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, സ്വാധീനങ്ങൾ, അധികാരങ്ങൾ, പദവികൾ, നിയമം, ചട്ടം എല്ലാം തകിടം മറിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സർക്കാർ ജീവനക്കാരെന്ന് പറയണവർ മൊത്തം തകിടം മറിയും. മനസ്സിലായോ? ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഞാനൊരു വാർത്ത കണ്ടു. ഒരു DYSP കൈക്കൂലി മേടിച്ചിട്ട് ആ DYSPയെ പിടിക്കുവാൻ വേണ്ടി ചെന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പിടുത്തം കൊടുക്കാതെ അദ്ദേഹം ഓടും പൊളിച്ച് ചാടി ഓടിയെന്നാണ് പത്രത്തിൽ വായിച്ചത്. എന്ത് വിലയുണ്ടായ അയാൾക്ക്? സമൂഹത്തിൽ എന്ത് മാന്യത ജനങ്ങൾ കൽപ്പിക്കും? അപ്പം അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ നിങ്ങൾ വീണ്ടും സർവീസിൽ കയറ്റി ഇരുത്തി നിങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഫോട്ടോ നമ്മൾ കണ്ടിട്ടില്ലേ? ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, അതുപോലെയുള്ള പല സ്ഥലങ്ങളിലൊക്കെ ഈ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ഫോട്ടോയും പേരും ഒക്കെ വെച്ച് അവിടെ എഴുതി വച്ചിട്ടുണ്ട്, ഇവരെ സൂക്ഷിക്കുക. അതുപോലെ സർക്കാർ ശമ്പളം പറ്റുന്ന എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാരായാലും, അത് ജുഡീഷ്യറിയിലുള്ളവരായാലും, പോലീസിലുള്ളവരായാലും, വില്ലേജിലുള്ളവരായാലും, താലൂക്കിലുള്ളവരായാലും, പഞ്ചായത്തിലുള്ളവരായാലും, ഏത് ഡിപ്പാർട്ട്മെന്റിലുള്ളവരായാലും അതേപോലെയുള്ള കൈക്കൂലി മേടിക്കുകയും അതേപോലെയുള്ള അധർമ്മങ്ങൾ നിറഞ്ഞ പരിപാടികൾ ചെയ്താൽ, നിയമവിരുദ്ധമായി ചെയ്താൽ അവരുടെ ഫോട്ടോയൊക്കെ പേര് സഹിതം വെക്കണം. അതിന് സർക്കാർ ഒരു നിയമം പാസ്സാക്കണം. അല്ല, കുറച്ച് ദിവസം സസ്പെൻഷൻ കൊടുത്തിട്ട് വിനോദ സഞ്ചാരം വഴിയൊക്കെ നടന്ന് ഉല്ലസിച്ച് വന്നതിന് ശേഷം സർവീസിൽ കയറി സുഖമായിട്ട് പിന്നെ ഇരിക്കും. അപ്പം സസ്പെൻഷൻ എന്ന് പറയുന്നത് ഈ എന്താ പറയുക, ഒരു മൂടുപടമാണ്. അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല. മനസ്സിലായില്ലേ? ഒന്നല്ലെങ്കിൽ സർവീസിൽ നിന്ന് അവരെ പിരിച്ചുവിടുക, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ പേരിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ തൽക്കാലം ഒന്ന് സസ്പെൻഷനിൽ നിർത്തിയിട്ട് പിന്നെ സർവീസിലേക്ക് എടുക്കുക എന്ന് പറയുന്ന ആ ഒരു പരിപാടി ശരിയല്ല. അപ്പോൾ ഇതിന് വിശേഷമായിട്ടൊരു കാര്യം, അതും ഞാൻ വീണ്ടും ബൈബിളിൽ നിന്ന് വായിച്ചതാണ്, എനിക്ക് പറയാനുണ്ട്. ഇവിടെ ന്യായാധിപന്മാർ ഏറെയുണ്ട്. നമ്മൾക്ക് എല്ലാ തലങ്ങളിലും ന്യായാധിപന്മാർ ഏറെയുണ്ട്. അപ്പം നമ്മുടെ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് പോലെ നീതിമാന്മാർ ഒരുവനുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നീതിമാന്മാർ ഒരുവനുമില്ല. ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും, ഏത് മേഖലയിലേക്ക് നമ്മൾ കടന്നു എന്ന് നമ്മൾ പരിശോധിച്ചാലും ഈ ഒരു നീതിമാനായ ഒരു ന്യായാധിപനെ ഇവിടെ കാണാൻ കഴിയുന്നില്ല. ന്യായാധിപന്മാർ നമ്മൾക്ക് ഒരുപാടുണ്ട്, പക്ഷെ നീതിമാനായ, സത്യസന്ധനായ നല്ലൊരു ന്യായാധിപനെ കാണാൻ കഴിയുന്നില്ല. അതെവിടെയുണ്ട്? ഒന്ന് കാണിച്ചു തരാമോ? അങ്ങനെയുള്ളവരെ ഒന്ന് മാറ്റി നിർത്തണം. സമൂഹത്തിന് അവരെ ആദരിക്കാൻ വേണ്ടിയാണ്. ഇതാണ് നീതിമാനായ നല്ലൊരു ന്യായാധിപൻ. ആ ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥയെ ഒന്ന് മാറ്റി നിർത്തി അവരെ ജനങ്ങളുടെ മുൻപിൽ നിർത്തി ജനങ്ങൾക്ക് ആദരിക്കാനുള്ള അവസരം കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം നമ്മൾക്കിവിടെ ഇല്ല. പിന്നെ ഈ ഒരു പ്രധാന കാര്യം ഞാൻ നമ്മുടെ സർക്കാരിൻ്റെ മുൻപിലേക്ക് ഞാനത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ നമ്മളുടെ ഗവൺമെൻറ് ഒരു പ്രധാനപ്പെട്ട ഒരു നിയമം പാസ്സാക്കണം. അതെന്താണെന്നറിയാമോ? ഈ കൈക്കൂലി മേടിച്ചുകൊണ്ട് ചില പോലീസ് ഉദ്യോഗസ്ഥർ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി ചതിപ്രയോഗത്തിലൂടെ ഒരു മനുഷ്യൻ്റെ പേരിൽ ഒരു കള്ളക്കേസ് എടുക്കുന്നു. ചതിപ്രയോഗത്തിലൂടെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാ. പോലീസ് കെട്ടിച്ചമച്ച് തയ്യാറാക്കിയ FIR-ഉം റിപ്പോർട്ടും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മജിസ്ട്രേറ്റിന് കൊടുക്കുന്നു.
ഈ മജിസ്ട്രേറ്റ് ഉണ്ടല്ലോ, ഇതിൽ വിവരങ്ങൾ യാതൊന്നും അന്വേഷിക്കാതെ അതിലെ സത്യം മനസ്സിലാക്കാതെ മജിസ്ട്രേറ്റ് ആ മനുഷ്യൻ്റെ പേരിൽ വാറണ്ട് ഓർഡറാക്കുന്നു. പോലീസ് കൊടുത്ത ആ റിപ്പോർട്ടും FIR-ഉം അത് അപ്പടി വിശ്വസിച്ചുകൊണ്ടൊരു വാറണ്ട് ഓർഡറാക്കുന്നു. അപ്പം നിരപരാധിയായ ആ മനുഷ്യനെ പോലീസ് പിടിച്ച് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കുന്നു. പോലീസ് കഠിനമായ വകുപ്പുകൾ പ്രകാരം തയ്യാറാക്കി കൊടുത്ത ആ കേസിനെ തുടർന്ന് മജിസ്ട്രേറ്റ് ആ മനുഷ്യനെ റിമാൻഡ് ചെയ്യുന്നു. പോലീസ് ആ മനുഷ്യനെ ജയിലിൽ അടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കെട്ടിച്ചമച്ച് തയ്യാറാക്കിയ ഒരു കള്ള FIR-ഉം റിപ്പോർട്ടും കൊടുക്കുമ്പോൾ അത് അപ്പടി വിശ്വസിച്ചുകൊണ്ടൊരു മജിസ്ട്രേറ്റ് വാറണ്ട് ഇടുക, റിമാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അത് അവസാനിപ്പിക്കണം. അതിനൊരു നിയമം വേണം. അപ്പോൾ ആ മനുഷ്യൻ ജയിലിലേക്ക് പോകുന്നതോടുകൂടി ആ മനുഷ്യൻ്റെ ഭാര്യ, മക്കള്, മാതാപിതാക്കള്, അത് അവരുടെ ജീവിതം പാടെ തകരുകയാണ്. കാരണം ആ മനുഷ്യൻ ജോലിക്ക് പോയിട്ട് വേണം ആ കുടുംബങ്ങളെല്ലാം അന്നം കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ. ഏകാശ്രയം ആ മനുഷ്യനാണ്. അപ്പം അങ്ങനെ ഒരു മനുഷ്യനെ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം കള്ളക്കേസെടുത്ത് ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ ഈ കള്ളക്കേസുണ്ടാക്കിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഈ റിമാൻഡ് ചെയ്ത് വാറണ്ടിട്ട് റിമാൻഡ് ചെയ്ത മജിസ്ട്രേറ്റിനും എതിരെ കഠിനമായ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടുള്ളൊരു നിയമം നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാർ, നമ്മുടെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്, കഠിനമായ അങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും മജിസ്ട്രേറ്റിനുമെതിരെ കഠിനമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ളൊരു നിയമം പാസ്സാക്കണം. അങ്ങനെ പാസ്സാക്കിയാൽ ഇങ്ങനെയുള്ള കലാപരിപാടി മേലിൽ ഉണ്ടാവില്ല. കാരണം നിരപരാധികളായ പലരും ഇന്ന് ജയിലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി സർക്കാർ ഒരു നിയമം പാസ്സാക്കണം. അപ്പം ഇതിനൊക്കെ ചെയ്യണമെങ്കിൽ ഈ നിലപാടിൻ്റെ രാജകുമാരനാണ് എന്നൊക്കെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റിയൊക്കെ പറയുന്നത് ജനങ്ങൾ. നല്ല കാര്യമാണ്, നിലപാട് ഉള്ള മുഖ്യമന്ത്രിയാണ്, നിലപാടിൻ്റെ രാജകുമാരനാണെന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, കേൾക്കാൻ സുഖമുണ്ട്. പക്ഷെ ഇതിനൊക്കെ നട്ടെല്ലും ഉറപ്പുള്ള ഭരണാധികാരികൾക്ക് മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. കാരണം ഈ കാലം അത്രയും ഇങ്ങനെ ഒരു നിയമം ഒരു ഗവൺമെൻറ് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാറിന് അത് കഴിയുമെങ്കിൽ, ആ ഗവൺമെൻറ്റിന് അത് കഴിയുമെങ്കിൽ ഏറ്റവും വലിയ നല്ല കാര്യമായിരിക്കും. പിന്നെ ഈ 5 വർഷം ഭരിച്ച് കാലവും കടന്നുപോകും. നിങ്ങളിൽ ജനങ്ങൾ വേഴാമ്പലിനെ പോലെ ജനങ്ങൾ നിങ്ങളിൽ പ്രതീക്ഷ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ വളരെയേറെ പ്രതീക്ഷയുണ്ട്. വാർദ്ധക്യ പെൻഷൻ 3000 രൂപയാക്കി കിട്ടും. അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും, കാർഷിക മേഖലകളിലായാലും ശരി, ഏത് മേഖലകളിലുള്ള തൊഴിലാളികൾ അവർ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് നിങ്ങളുടെ നല്ല ഭരണത്തിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി. അപ്പോൾ ആ 5 വർഷം ഭരിച്ച് കാലവും കടന്നുപോയി ഈ മനുഷ്യരും ഭൂമിയിൽ നിന്ന് മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ പ്രതീക്ഷകളോടുകൂടി അവർ കാത്തിരുന്നിട്ട് അവരവസാനം കാത്തിരുന്ന് കാലവും കടന്നുപോയി, അവസാനം മനുഷ്യരും മരിച്ചുപോയി. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഭരണങ്ങളൊക്കെ മുന്നോട്ട് പോണത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു സത്യമുണ്ട്. പേരും പ്രശസ്തിയും അധികാരത്തിലും തിളങ്ങി നിൽക്കുന്ന ഏതൊരു നേതാവിനോട് ചേർന്ന് നിൽക്കുവാനും ചാരി നിൽക്കുവാനും ഒരുപാട് നേതാക്കന്മാരുണ്ടാവും. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സാറിനെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു. ജനങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു, തുള്ളുകയായിരുന്നു.
അപ്പൊ ഇതിനോട് ചേർന്ന് നിൽക്കാൻ ഒരുപാട് പേരുണ്ടാവും. എന്തെങ്കിലും ഒരു ചെറിയ പരിക്ക് പറ്റി ഒന്ന് വീണ് കഴിഞ്ഞാൽ ചവിട്ടിക്കൂട്ടും എല്ലാവരും കൂടി. ഈ പൊക്കിക്കൊണ്ട് നടന്നവരും ഈ ജയ് വിളിച്ചവരും ഒക്കെ ചവിട്ടിക്കൂട്ടി ചമ്മന്തിയാക്കി കളയും. അതാണ് രാഷ്ട്രീയം. അപ്പം അതുകൊണ്ട് ഈ നമുക്ക് പിന്നെ ഇങ്ങനെയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ ജനങ്ങൾ ഇനിയെങ്കിലും അവിശ്വസിക്കാതിരിക്കണമെങ്കിലും വിശ്വസിച്ച് നിങ്ങളോടുകൂടി ജനങ്ങൾ ചേർന്ന് നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ഭരണം അത് നിങ്ങൾ സത്യസന്ധമായ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി അത് നിങ്ങൾ കാഴ്ചവെക്കണം. വെച്ചില്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന് സംഭവിച്ചതുപോലെ നിങ്ങൾക്കും സംഭവിക്കും എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഈ ഷോ ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു കവിത വന്നു. അപ്പോൾ ഈ ഷോയിൽ കൂടി ഞാൻ ആ കവിതയും ഒന്ന് അവതരിപ്പിക്കാം. കവിതയുടെ പേര് ജനാധിപത്യം. എങ്ങനെയുണ്ട്? കേൾക്കാൻ സുഖമല്ലേ? ജനാധിപത്യം. അപ്പോൾ കവിത ഇങ്ങനെയാണ്: ഡിഗ്രിയുള്ളവർ പെരുകുന്നു, തൊഴിലില്ലാത്തവർ പെരുകുന്നു, ദാരിദ്ര്യത്തിൻ പാതകൾ വഴിയവർ വാടക ഗുണ്ടകളാകുന്നു. ഡിഗ്രി ഉള്ളവർ പെരുകുന്നു, തൊഴിലില്ലാത്തവർ പെരുകുന്നു, ദാരിദ്ര്യത്തിൻ പാതകൾ വഴിയവർ വാടക ഗുണ്ടകളാകുന്നു, ഇവർ കഞ്ചാവിനടിമകളാകുന്നു. നിങ്ങളുടെ നല്ല ഭരണം കൊണ്ട്, ഈ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ നല്ല ഭരണം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. കള്ളം പറയാൻ, കള്ളം ചെയ്യാൻ ഡിപ്ലോമ പാസ്സായ നേതാക്കളെ, കള്ളം പറയാൻ, കള്ളം ചെയ്യാൻ ഡിപ്ലോമ പാസ്സായ ചില നേതാക്കളെ, നാടിന് ശാപം ജനത്തിനു ഭാരം, യുവതലമുറകൾക്കാകെ ഭാരം. നാടിന് ശാപം ജനത്തിനു ഭാരം, യുവതലമുറകൾക്കാകെ ഭാരം. ഡിഗ്രി ഉള്ളവർ പെരുകുന്നു, തൊഴിലില്ലാത്തവർ പെരുകുന്നു, ദാരിദ്ര്യത്തിൻ പാതകൾ വഴിയവർ വാടക ഗുണ്ടകളാകുന്നു, ഇവർ കഞ്ചാവിനടിമകളാകുന്നു. പാർട്ടികൾ പാർട്ടികൾ ഗ്രാമങ്ങൾ, ഭയാനകമാണീ ഗ്രാമങ്ങൾ. പാർട്ടികൾ പാർട്ടികൾ ഗ്രാമങ്ങൾ, ഭയാനകമാണീ ഗ്രാമങ്ങൾ. ഏകാധിപതികളുടെ ഗ്രാമങ്ങൾ, കാലന്മാർ വാഴും ഗ്രാമങ്ങൾ. ഏകാധിപതികളുടെ ഗ്രാമങ്ങൾ, കാലന്മാർ വാഴും ഗ്രാമങ്ങൾ. ഏകാധിപതികൾ ഇവർ അലറുന്നു, അലറുകയാണ്. ഏകാധിപതികളെ പോലെ ഈ നേതാക്കന്മാർ അലറുകയാണ്. ന്യായാധിപന്മാർ വിറയ്ക്കുന്നു. ഇത് കണ്ടിട്ട് ന്യായാധിപന്മാർ നിശബ്ദരായി നിന്ന് വിറക്കുകയാണ്. ന്യായാധിപന്മാർ വിറയ്ക്കുന്നു, നീതിമാന്മാർ നിശബ്ദരായി തീരുന്നു, നീതിപീഠങ്ങൾ ഉറങ്ങുന്നു. നീതിമാന്മാർ നിശബ്ദരായി തീരുന്നു, നീതിപീഠങ്ങൾ ഉറങ്ങുന്നു. സത്യധർമ്മങ്ങൾ മരിക്കുന്നു, അധർമ്മങ്ങൾ എങ്ങും വാഴുന്നു. ക്രമസമാധാന പാലകരെ നിങ്ങൾ വെറും നോക്കി കുത്തികളാകുന്നു. ജാതി പറഞ്ഞും മതം പറഞ്ഞും വോട്ടുകൾ നേടി നടക്കുന്നോർ, ജാതി പറഞ്ഞും മതം പറഞ്ഞും വോട്ടുകൾ തെണ്ടി നടക്കുന്നോർ. ഉണ്ടവനുണ്ടവൻ ഇടം കിട്ടാൻ, ഉണ്ണാത്തവനോ ഇല കിട്ടാൻ, ഇവർ തക്കം നോക്കി നടക്കുന്നു, പരക്കം പാഞ്ഞു നടക്കുന്നു. മനുഷ്യർക്കു വേണ്ടി കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യർക്ക് വേണ്ടി കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, തരികിട കാട്ടും കമ്മീഷൻ.
വിവരാവകാശ കമ്മീഷൻ തരികിട കാട്ടും കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, വനിതാവകാശ കമ്മീഷൻ, കമ്മീഷൻ പറ്റും കമ്മീഷൻ, പൂർണ്ണ സത്യമായി മാറണം കമ്മീഷൻ, കമ്മീഷൻ പറ്റുന്ന കമ്മീഷൻ, പൂർണ്ണ സത്യമായി മാറണം കമ്മീഷൻ. ഞങ്ങൾ പാർട്ടി ഞങ്ങൾ പോലീസ്, ഞങ്ങൾ പാർട്ടി ഞങ്ങൾ പോലീസ്, ഞങ്ങൾ കോടതിയാണിവിടെ. ഞങ്ങൾ പാർട്ടി ഞങ്ങൾ പോലീസ്, ഞങ്ങൾ കോടതിയാണിവിടെ. ഇത് കേട്ടു ജനം ഭയക്കുന്നു, ജനം ഭയന്നു വിറച്ചു മരിക്കുന്നു. നീതി തേടി നടക്കുന്നോർ, ഗതി കിട്ടാതെ നടക്കുന്നോർ, നീതി തേടി നടക്കുന്നോർ, ഗതി കിട്ടാതെ നടക്കുന്നോർ, പീലാത്തോസുകൾ വാഴും നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. പീലാത്തോസുകൾ, ഈ പീലാത്തോസുകളെ പോലെ വാഴുന്ന ഈ നാട്ടിൽ നീതി തേടുന്നവർ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. ഡിഗ്രി ഉള്ളവർ പെരുകുന്നു, തൊഴിലില്ലാത്തവർ പെരുകുന്നു, ദാരിദ്ര്യത്തിൻ പാതകൾ വഴി ഇവർ വാടക ഗുണ്ടകളാകുന്നു, ഇവർ കഞ്ചാവിനടിമകളാകുന്നു, ഭരണാധികാരികളാക്കുന്നു, ഭരണാധികാരികളാക്കുന്നു. ഇതാണ് എൻ്റെ ജനാധിപത്യമെന്ന കവിത. അപ്പം മാന്യ പ്രേക്ഷകരെ, നല്ല ഒരു സർക്കാർ ഭരണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാർ നയിക്കുന്ന ഗവൺമെൻറ്റിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ നീതി തേടി നടരാജ് ഷോ എന്ന ഞാനും പ്രാർത്ഥിക്കുകയാണ്. നല്ലത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പുതിയ പുതിയ അവതാരങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം സൂക്ഷിച്ചിരിക്കണം എന്നുകൂടി ഞാൻ നമ്മുടെ സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.